ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ചോറൂണ് വീട്ടിലേക്ക് സ്വാഗതം. കുഞ്ഞുട്ടാ ഇന്ന് ചോറൂണാ? ചോറൂണാ? ആ ഏതാ? നമ്മളെ അമ്പലത്തിൽ വന്നേക്കണു. അവർക്ക് മടിയായി. ഇവർക്ക് പറ്റിയേ? പൂനൂര് മഹാദേവ ക്ഷേത്രത്തിലാട്ടാ. പൂനൂര് കുറച്ച് വഴിപാട് എഴുതിക്കേട്ടാ. ഇത് റിഷ്വാൻ തൃക്കേട്ട. റിഷ്വാൻ ചില്ലറ ഭണ്ഡാരത്തിലിടാനാ? ഇതേട്ടാ അമ്പലം, പൂനൂര് മഹാദേവ ക്ഷേത്രം. പുതിയ സൂത്രം അവൻ പ്രാവിനെ കണ്ടിട്ട് അച്ഛനെ കൊണ്ട് കാണിക്കാൻ പോയി കേട്ടാ. പ്രാവ് മുകളിൽ കുറേ വന്നിരിപ്പുണ്ട്, അതിൻ്റെ കൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കാണിക്കാൻ വേണ്ടി പോയതാണ്. ദേവൻ്റെ അമ്പലം കൊണ്ട് അമ്മ പേരിട്ടാ ചോറ് കൊടുത്ത് വേണ്ട മുന്നിൽ കയറാൻ പാടുള്ളൂ, കയറി തൊഴാൻ പാടുള്ളൂ. അപ്പം അമ്മും കൊച്ചീച്ചും പുറത്ത് വെക്കുക, കുഞ്ഞുട്ടനും പുറത്ത് വെക്കുക. ഉള്ളോമ്പാട്ട് കിടപ്പുണ്ട് നാഗരാജാവിൻ്റെ അടുത്ത്. നാട് മിസ് ചെയ്യണവർക്ക്, പൂനൂരമ്പലം മിസ് ചെയ്യണവർക്ക്. ഇത്തിരി ഉപ്പും പുളിയും ചോറും കൂടെ കൂട്ടുക, വെള്ളത്തിലങ്ങോട്ട് കയറിക്കുക. എന്താ കുഴപ്പമില്ല. ആദ്യം ചേട്ടടിക്കാൻ മേടിച്ച 3 പ്രാവശ്യം കൊടുക്കും. അയ്യോ അങ്ങനെ കൊടുക്കലേ വിട്ടാ, അങ്ങനെ കൊടുക്കലേ വിട്ടാ, ഉണ്ടാവും. പായസം കൊടുക്കണ്ടേ? പായസം ശർക്കര പായസം, ഈ ശർക്കര പായസം കൊടുക്കണ്ടേ? ഇനി പായസം ഞാൻ പാലം കൊടുത്താൽ മതി. നീ കൊച്ചിന്റെ അമ്മ അവസാനം കേട്ടോ. അത്ര എനിക്കില്ലേ, അച്ഛനെടുത്തല്ലേ? കണ്ണനെടുത്ത് കൊടുത്തോ.
അങ്ങനെ പൂനൂരപ്പനെ കണ്ട് തൊഴുത് അനുഗ്രഹം വാങ്ങിച്ചിട്ടാ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാം. പെരുമ്പാവൂർ അമ്പലത്തിലൂടെ ചോറ് കൊടുക്കാൻ വെച്ചിട്ടാ. പെരുമ്പാവൂർ അമ്പലത്തിലൂടെ വന്നിട്ടുണ്ട്. അവന് മാല പിടിക്കാൻ ഇതൊക്കെ ഒരു മാല പിടിച്ച് കണ്ട കഴുതികൾ മാല ഉണ്ട്. ആ മാല ഉണ്ടപ്പോൾ അവനും വേണം. ഇതൊക്കെയാണ് ഇപ്പം മൂലഞ്ചി പോണം. മാല വേണം എന്തോ. പിന്നെ ഇതോട്ടെ പെരുമ്പാവൂർ ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രം തെറ്റിപ്പോണല്ലോ എന്താ അത്. ഇവിടെയും ഭയങ്കര പീസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഇത് ദേവസ്വം ബോർഡിൻ്റെ ഗ്രൂപ്പിലുള്ള അമ്പലം കേട്ടോ. നീ കൊച്ചിന് കൊടുക്കേ. അമ്മ അവസാനം കൊടുക്കട്ടോ. ഉപ്പ് കൊടുക്കല്ലേ. ഇത് കഴിഞ്ഞിട്ട് ശിവേലി കഴിഞ്ഞിട്ട് കയറിയാൽ മതി. ശിവേലിക്ക് ഇറങ്ങാൻ ഇന്ന് ഇവിടെ കുഴിപ്പള്ളിക്കാവ് ക്ഷേത്രത്തിനോട് കൊടുക്കാണ്ടായത് കേട്ടോ. ഇവിടെയും കൂടി ഒന്ന് ചോറ് കൊടുത്തു. പക്ഷെ ഇവിടെ സ്വയം മാറാട്ടം നടക്കുന്ന കാരണം ഈ ഒരു ചെറിയ മണ്ഡപത്തിലാണ് കുടിയിരുത്തിയാണ്. അപ്പോൾ ഇവിടെ ചോറ് കൊടുക്കുന്നത്. ദേശീയക്കാരി വാ. ആസ് ഓൾവേസ് ഞങ്ങൾ ഉടുപ്പി ഭവനിലെത്തിയിരിക്കുകയാണ് ചായ കുടിക്കാൻ. ഉടുപ്പിയിലെ ചായ. ഞാനിങ്ങനെ ചെറുതായിട്ടൊരു ഡയറ്റൊക്കെ പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഏകദേശം ഒരു മാസമായി. ഒരു 6-7 കിലോ കുറഞ്ഞു. ഇനിയിപ്പോൾ ഇന്നൊരു മസാല ദോശ കഴിക്കാം, വേറെ വഴിയില്ല. അങ്ങനെ ഗൈസ് ഉടുപ്പിക്ക് ശേഷം ഞങ്ങൾ അവതരിപ്പിക്കുന്നു മൂലൻസ് ഫാമിലി മാർട്ടിലെ പർച്ചേസിങ് വ്ലോഗ്. നീ എന്ത് പറഞ്ഞേ? എന്ത് സാധന പറ. നിന്നെ നാറ്റിക്കുടി പറ. ഏത് സാധന? അയ്യേ മൈലാഞ്ചിയാ. കടലിൽ കണ്ടെയ്നർ വീണതിന് ശേഷം ഇതൊരു മീൻ കഴിച്ചിട്ടാ. പിന്നീട് എന്താ ഉണ്ടായെന്ന് വെച്ചാൽ എൻ്റെ കിളി പാറി സാറേ. പർച്ചേസ് ചെയ്ത് സാധനങ്ങളെല്ലാം കൂടി വലിച്ചു വാരി കാറിലിട്ട് അതെല്ലാം കൂടി കൊണ്ടുവന്ന് വീട്ടിൽ വന്ന് നിവർത്തി നടു തുറന്നപ്പോഴേക്കും എൻ്റെ കിളി പോയി. ഒരവസ്ഥയായി. പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. എല്ലാവർക്കും വീണ്ടും സന്ധിക്കും വരെ വണക്കം. ലവ് യു ഗൈസ്.